ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വ്ലോഗിലോട്ട് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. അൽഹംദുലില്ലാ. ഇതിപ്പോൾ രാവിലത്തെ ആ ഒരു അന്തരീക്ഷമാണ്. അപ്പം മോൾ സ്കൂളിൽ പോകാൻ വേണ്ടി അങ്ങോട്ട് ഇറങ്ങിയപ്പോഴത്തേക്കിനും ഞാൻ ചുമ്മാ ഒന്ന് വീഡിയോ പിടിച്ചതാട്ടാ. ആ കിളികളുടെ ശബ്ദങ്ങളൊക്കെ കേൾക്കാനൊക്കെ ഒരു രസമുണ്ടായിരുന്നു. ഇപ്പോൾ ഇതിനകത്തിപ്പോൾ ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇപ്പം ഞാനിപ്പം വോയിസ് ഓവർ കൊടുക്കുമ്പോഴത്തേക്ക് എനിക്ക് നല്ലവണ്ണം കേൾക്കാം കിളികളുടെയൊക്കെ ശബ്ദം രാവിലത്തത്. അപ്പോൾ രാവിലെയല്ല, ഇത് ഇന്നലത്തെ വീഡിയോ ആണ്. അപ്പം ഞാൻ മത്തി, എനിക്ക് ഒരു കിലോ മത്തി കിട്ടിയായിരുന്നു. പക്ഷേ ഞാൻ വലിയ മത്തി അങ്ങനെ വാങ്ങിക്കാത്ത, എനിക്ക് വലിയ താല്പര്യമില്ല. കാരണം വലിയ ടേസ്റ്റ് ഇല്ല വലിയ മത്തിക്ക്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു 4-5 എണ്ണം എടുത്ത് വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. എന്നാൽ അതൊന്നെടുത്ത് മുളകറി വെക്കാമെന്ന് കരുതി. അത് എത്ര 250 കിട്ടുമെന്ന് ഞാൻ പറഞ്ഞു. 250 എനിക്ക് വേണ്ട, അതിൽ കുറവ് മതി എന്ന് പറഞ്ഞു. ഒരു 100 താന്ന് പറഞ്ഞു. അപ്പൊ ആ കൊച്ചു വെച്ച് 100 അയാളെന്തിനാണ് 100 വാങ്ങിക്കുന്നത്? ഞാൻ പറഞ്ഞു എനിക്ക് അത്രയൊക്കെ മതി എന്ന് പറഞ്ഞു. അതിൻ്റെ അടുത്ത് വെച്ചാൽ ഇപ്പൊ അങ്ങോട്ടൊന്നും കാണുന്നില്ലല്ലോ എന്ന്. ഞാൻ പറഞ്ഞാൽ ഞങ്ങൾക്കൊരു കല്യാണം ഉണ്ട്, ഇൻഷാല്ലാ അങ്ങോട്ട് വരാം. എനിക്ക് പിരിവൊക്കെ ഒന്ന് പ്ലക്ക് ചെയ്യണം. അപ്പം ആ ചേച്ചി വെക്കുന്നത് ഈ പിരിവ് പ്ലക്കിന് മാത്രമേ ഉള്ളാന്നവിടെ, വേറെ ഒന്നും ചെയ്യുന്നത്. ഞാൻ പറഞ്ഞ ഇൻഷാല്ലാ വരാം അങ്ങോട്ട്. എനിക്ക് ആ കൊച്ചിൻ്റെ അടുത്ത് പോയി പിരന്നിട്ടുണ്ടെന്ന് എനിക്ക് പേടിയോ. എന്ത് മനുഷ്യനൊന്നും വേദനിച്ച് കണ്ണീന്ന് വെള്ളം ഒഴുകുമെന്ന് എനിക്കൊക്കെ വയ്യ. അപ്പോൾ അങ്ങനെ ഞാൻ കൊച്ചുള്ളിയൊക്കെ അരിഞ്ഞെടുക്കുകയാണ്. ഇനി നമുക്കിത് വഴറ്റിയെടുക്കാം. അങ്ങനെ ചട്ടി അടുപ്പത്ത് വെച്ച് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് ഉലുവ താളിച്ച്, നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ ഉലുവ താളിച്ച് ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ വഴറ്റിയെടുക്കുക. പിന്നെ നമ്മളിന്ന് പ്രത്യേകിച്ചൊന്നും അങ്ങനെ ചെയ്യുന്നില്ല. നമ്മുടെ കൂമ്പ് തോരനും മത്തിമുളക് കറിയൊക്കെ ഉള്ളൂ. പിന്നെ ചോറ് വെക്കുന്നുണ്ട്. അപ്പോൾ അത് റൈസ് കുക്കറിൽ ഇരിപ്പുണ്ട്. ഞാനിപ്പം കുറച്ച് ദിവസം കൊണ്ട് മുളക് കറിയൊക്കെ മീനാണെങ്കിലും ചെമ്മീനാണെങ്കിലും ഒക്കെ മുളക് കറി വെക്കുന്നത് തക്കാളിക്ക ഇടാതായിരുന്നു. മീനല്ല, കൊഞ്ച് മുളക് കറി വെക്കുന്നത് തക്കാളിക്ക ഇടാതായിരുന്നു. അപ്പം അതും പണ്ടേ ഉമ്മ അങ്ങനെയൊക്കെ വെച്ച് നല്ല ടേസ്റ്റായിരുന്നു. അപ്പം ഇന്നിപ്പോൾ ഞാൻ മത്തി മുളക് കറി വെക്കാൻ ഒരുങ്ങിയപ്പോൾ ഞാൻ നല്ല പഴുത്തൊരു മുട്ടൻ തക്കാളി ഉണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ അരിഞ്ഞ് അതിനകത്തിട്ട് വഴറ്റുവാണ്. പിന്നെ അതിനകത്ത് കുറച്ച് കുടംപുളിയും കൂടെ മുറിച്ചിടുന്നുണ്ട്. പിന്നെ എന്നിട്ട് നമ്മൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഇതെല്ലാം നമ്മൾ പാകത്തിന് അങ്ങോട്ട് ഇട്ട് വഴറ്റിയെടുക്കുക. പെരുംജീരകപ്പൊടി, കുരുമുളക് പൊടി, ഉലുവാപ്പൊടി വേണ്ട, ഉലുവ നമ്മൾ ഇട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഇത്രയും നന്നായിട്ട് വഴറ്റിയെടുക്കുക. വേണമെങ്കിൽ കുറച്ചും കൂടെ എണ്ണ ഒഴിച്ചിട്ട് വേണമെങ്കിൽ വഴറ്റാം. അപ്പോൾ ആ ഒരു മൂപ്പിക്കുമ്പോൾ ഒരു സ്മെല്ലും ഒക്കെ വരും, നല്ല മണമൊക്കെ വരും. എന്നിട്ട് നമ്മൾ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് തിളച്ച് വരുമ്പോൾ നമ്മൾ മീനും ഇട്ട് കൊടുത്ത് ഉപ്പും ഇട്ട് കൊടുത്ത് കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുത്ത് അങ്ങ് തിളപ്പിച്ച് വറ്റിച്ചെടുത്താൽ മതി. അപ്പം ഞാനിപ്പോൾ ഇത് തക്കാളി അരിഞ്ഞപ്പോൾ ഞാനിങ്ങനെ ഓർക്കുമായിരുന്നു, എന്തൊരു ഭയങ്കര ശബ്ദം കിളികളുടെയൊക്കെ രാവിലെ ആയതുകൊണ്ട്. തക്കാളി അരിഞ്ഞപ്പോൾ ഓർക്കുമായിരുന്നു ഇച്ചിരി ചെറിയ പീസൊക്കെ എടുത്തിട്ടേ നമ്മൾ മാറ്റി വെച്ചേക്കണം. എന്നിട്ട് നമ്മളിപ്പം കുളിക്കുന്നതിനൊക്കെ മുമ്പായിട്ട് മുഖത്തൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് ഒരു 10 മിനിറ്റൊക്കെ മുഖത്തൊക്കെ തേച്ച് പിടിപ്പിച്ച് വെച്ചിട്ട് പോയി കുളിക്കണം. അതുപോലെ തന്നെ തൈരും മഞ്ഞൾപ്പൊടിയും അതും ഇതുപോലെ കുളിക്കുന്നതിന് മുമ്പായിട്ട്, തൈരിന് സ്മെല്ലായിരിക്കും എന്നാലും ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അതും കൂടെ ഒന്ന് കലക്കി എടുത്തിട്ട്, തൈരിന് കട്ട തൈരിനകത്ത് സ്വല്പം മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നമ്മുടെ മുഖത്തൊന്ന് നല്ലോണം ഒന്ന് തിരുമ്മി ചേർത്തിട്ട് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് അപ്പോൾ അതങ്ങ് ഡ്രൈ ആകുമ്പോഴത്തേക്ക് നമ്മൾ പോയി കുളിച്ച് മുഖമൊക്കെ അങ്ങ് സോപ്പിട്ട് കഴുകി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മുഖം നമ്മുടേത് ക്ലീൻ ആകും. അങ്ങനെയൊക്കെ. അതുപോലെ തന്നെ നമ്മൾ കുക്കുംബറൊന്നും ഇതുവരെ ഞാനങ്ങ് തേച്ച് നോക്കിയിട്ടില്ല. കുക്കുംബർ മുഖത്തിരി നമ്മൾ അരിയുമ്പോൾ ഇച്ചിരി എടുത്ത് മാറ്റി വെച്ചാൽ മതി, ഒരു ചെറിയൊരു പീസ് എടുത്ത് മാറ്റി വെച്ചാൽ മതി. അതിന് വലിയ പൈസ ഒന്നും ആകത്തില്ല. നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്ന് ഒരു കഷ്ണം എടുത്ത് മാറ്റി വെച്ചാൽ മതി. അത് നമ്മൾ കുളിക്കുന്നതിന് മുമ്പായിട്ട് മുഖത്തൊന്ന് തേച്ച് പിടിപ്പിച്ച്, അല്ലെങ്കിൽ അപ്പം തന്നെ മുഖത്ത് തേച്ച് പിടിപ്പിച്ചാൽ മതി. പിന്നെ ഞാനത് ഈ കുളിക്കുന്നതിന് മുമ്പായിട്ട് പറയുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ചിലപ്പം പച്ചമുളകൊക്കെ അരിഞ്ഞിട്ടായിരിക്കും നമ്മളിതൊക്കെ അരിയുന്നത്. അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഒരു എരിവ് കാണും. അപ്പം ആ കുക്കുംബറ അല്ലെങ്കിൽ തക്കാളിയൊക്കെ ആ സമയത്ത് നമ്മുടെ മുഖത്തൊക്കെ തേച്ച് കൊടുത്താൽ ഈ പച്ചമുളകിൻ്റെ എരിവും കൂടെ നമ്മുടെ മുഖത്തൊക്കെ വരും, പിന്നെ പൊളിച്ചിലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അതവിടെ മാറ്റി വെച്ചിട്ട് നമ്മൾ കുളിക്കുന്നതിനൊക്കെ ഒരു അരമണിക്കൂർ മുമ്പായിട്ട് അല്ലെങ്കിൽ 10 മിനിറ്റ് മുമ്പായിട്ട് നമ്മളൊന്ന്, അപ്പം നമ്മുടെ കയ്യിലെരിവൊന്നും കാണത്തില്ലല്ലോ, മുഖത്തൊക്കെ ഒന്ന് തേച്ച് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് 15 മിനിറ്റൊക്കെ വെച്ചിട്ട് പോയി കുളിക്കുമ്പോഴത്തേക്കിന് മുഖത്തിൻ്റെ അഴുക്കും പോയി നല്ല ക്ലീനായിട്ട് മുഖത്തിന് ആ ഒരു ചെറുപ്പം നിലനിർത്തും. അപ്പോൾ എല്ലാവരും അങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം. തക്കാളി, കുക്കുംബർ, വെള്ളരിക്ക, ഇത് കറ്റാർ വാഴ,
കറ്റാർ വാഴയുണ്ട് കഷ്ണമുണ്ടല്ലോ, അതൊക്കെ ഇങ്ങനെ നമ്മൾ ചെറിയ ഒരു ചട്ടിക്കകത്ത് അതൊക്കെ വെച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ, ഈ കറ്റാർ വാഴയൊക്കെ വെച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് എണ്ണ കാച്ചാനൊക്കെ എടുക്കാം. അതിൽ നിന്നൊരു പീസ് എടുത്തിട്ട് നമ്മുടെ മുഖത്തൊക്കെ തേച്ച് കൊടുക്കാം. ഇതൊക്കെ എന്ന് പറയുമ്പോൾ നാച്ചുറൽ അല്ലേ, നമ്മുടെ പിന്നെ മുഖത്തിനൊരു കേടും വരത്തില്ല. ഈ ബ്യൂട്ടി പാർലറിൽ പോകുന്നതിനൊക്കെ അതിനെക്കാട്ടേ കൊള്ളാം. ബ്യൂട്ടി പാർലറിൽ പോയി കഴിഞ്ഞാൽ ടെൻഷൻ എന്തെങ്കിലുമൊക്കെ മുഖത്തിന് പറ്റുമോ എന്നുള്ളൊരു പേടിയുണ്ട്. അത് കാരണം ഞാൻ അങ്ങനെ ഒന്നും ചെയ്യാറില്ല. അപ്പോൾ ഇതൊക്കെ ഒരു നല്ലൊരു ഹോം റെമഡി ആയിട്ട്, നല്ലൊരു നാച്ചുറൽ പിന്നെ മുഖത്തിന് ഒരു നാച്ചുറൽ ഫീലിംഗ്, നമുക്ക് നല്ല സ്മൂത്തായിട്ട് നമ്മുടെ മുഖമൊക്കെ ഇരിക്കും അങ്ങനെ. അപ്പോൾ ദാണ്ടെ ഇത് കണ്ടില്ലേ, അപ്പോൾ നമ്മൾ കൂമ്പുതോരനൊക്കെ അവിടെ വെച്ച് കഴിഞ്ഞു കേട്ടോ. അപ്പം പിന്നെ എന്താണ്, ഇവിടെ ക്യാരറ്റും തക്കാളിയും മല്ലിയിലയും കൂടെ ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് ഇച്ചിരി ഒരു സലാഡ് പോലെ ആക്കി എടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അതിന് കട്ട തൈര് ഇച്ചിരി ഒഴിച്ച്, ഇച്ചിരി പുളി കൂടിപ്പോയി കേട്ടോ തൈര് ഒഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക്. ഇച്ചിരി ഉപ്പ് ഇട്ട് ഇവിടെ സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നല്ല ആ മല്ലിയിലായിട്ട് ടേസ്റ്റിലൊക്കെ കഴിക്കാം. സവാള ഞാൻ ഇട്ടില്ല, പക്ഷേ എടുത്ത് കഴിക്കാൻ വേണ്ടി ഒരുങ്ങിയപ്പോഴത്തേക്ക് മോരിന് ആ തൈര് നല്ല പുളിയായിപ്പോയി. അപ്പോൾ അത് കഷ്ണം മാത്രം എടുത്ത് ഞാൻ കഴിച്ചുള്ളൂ. കുഴപ്പമില്ല, ഇച്ചിരി പുളിയൊക്കെ കഴിക്കുന്നവർക്ക് വേണമെങ്കിൽ കഴിക്കാം. അപ്പോൾ അങ്ങനെ നമ്മളതൊക്കെ സെറ്റാക്കി. അപ്പം മത്തി മുളക് കറിയും കൂമ്പ് തോരനും എന്താണ് സലാഡും ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഉച്ചക്കലത്തെ ജോലിയെല്ലാം കഴിഞ്ഞ് ഞാൻ ക്ലീൻ ചെയ്തിട്ട് അപ്പോഴേ തന്നെ എല്ലായിടവും ക്ലീൻ ചെയ്ത് പാത്രമെല്ലാം കഴുകി വെച്ച് സെറ്റാക്കിയിട്ട് ഞാൻ അടുക്കളയിൽ നിന്ന് ഇറങ്ങി. അതിനിടയ്ക്ക് ചോറും തിളപ്പിച്ച് അടച്ച് വെച്ചേട്ടാ. അപ്പോൾ അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഒരു 2:30 ആയെന്ന് തോന്നുന്നു. പിന്നെ എന്നിട്ടും വിശപ്പ് അങ്ങനെ ആയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ ഞങ്ങളുടെ ഫാൻസി സാധനമൊക്കെ ഒന്ന് കാണിക്കാമെന്ന് കരുതി. ഇപ്പോൾ കല്യാണം പ്രമാണിച്ച് ഞാൻ കുറച്ച് വാങ്ങിച്ചപ്പം, ഞാൻ വാങ്ങിക്കുമ്പോൾ എൻ്റെ മോളും കൂടെ തന്നെ വാങ്ങിക്കും, അത് ഉറപ്പാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ രണ്ടുപേരുടെയും പിന്നെ ഐറ്റംസ് എല്ലാം, ഫാൻസി ഐറ്റംസ് എല്ലാം കാണിക്കുക. അപ്പോൾ ഒരു കല്യാണമുണ്ട്, അപ്പോൾ ആ കല്യാണം പ്രമാണിച്ച് വാങ്ങിക്കുന്നതാണ്. പിന്നെ എൻ്റെ ഒരു പിന്നെ ബ്രദറിൻ്റെ കല്യാണമാണ്. അപ്പോൾ സിസ്റ്ററായിട്ടുള്ള ഞാനും ഒക്കെ ഒന്ന് എന്താണ് നല്ല രീതിയിലൊക്കെ, അപ്പോൾ എന്തൊക്കെ വാങ്ങിച്ച് കൂട്ടണമെന്നൊരു പിടുത്തവുമില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്ന്. പിന്നെ എന്താണ് മുഖം ക്ലീൻ ചെയ്യുന്ന പിന്നെ സാധനങ്ങളും പിന്നെ ക്രീമുകളും എല്ലാം ഞാൻ വാങ്ങിച്ച് വെച്ചപ്പോൾ ഉണ്ട്. ഇതൊരു പിന്നെ ഷേവിങ് ക്രീമാണ്. അത് മുഖത്ത് തേച്ചിട്ട് നമ്മൾ ഈ സംഭവം വെച്ച് ക്ലീൻ ചെയ്തെടുക്കണം. അത് നമുക്ക് പിരുവം റെഡിയാക്കാം. ഒരു ഷേവിങ് സെറ്റ് പോലത്തെ ഒരു സംഭവമാണ്. അപ്പോൾ അത് വെച്ച് നമ്മുടെ മുഖത്തെ ചെറിയ ചെറിയ രോമങ്ങളെല്ലാം വൃത്തിയാക്കി എടുക്കാം ഷേവിങ് ക്രീം തേച്ചിട്ട്. അപ്പം പിന്നെ അത് ഇതുപോലെ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തതായിരുന്നു. അപ്പം ഇതൊക്കെയാണ് എൻ്റെ പിന്നെ എന്താണ് ഫാൻസി ബോക്സ്. അപ്പോൾ എൻ്റെ മോളുടെ ഇപ്പോൾ ഇത്ര കണ്ടല്ലേ, ഇത്ര സംഭവം. എൻ്റെ മോളുടെ ഫാൻസി ബോക്സ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. പിന്നെ ക്ലിപ്പും പിന്നെ എന്താണ് സ്ലൈഡും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഒരു മോതിരം, 2 മോതിരം അവൾ വാങ്ങിച്ചിട്ടുണ്ട്. മോതിരം എവിടെ കണ്ടാലും അവൾ വാങ്ങിക്കും. ഗോൾഡിനോടൊന്നും അവൾക്ക് താല്പര്യമൊന്നുമില്ല. ഇങ്ങനെ ഫാൻസി സാധനങ്ങൾ വാങ്ങിച്ചിടലും. പണ്ട് ചെറിയ പ്രായത്തിൽ ഞാനും അങ്ങനെ ആയിരുന്നു. ഞാനും കുപ്പിവളകളൊക്കെ കൈ വാങ്ങിച്ചിട്ടുണ്ട്. ഞാനും സ്കൂളിലൊക്കെ പോയിട്ട് വരുമ്പോൾ ഇപ്പം നല്ല കുപ്പിവളകളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് വന്നിട്ട് സ്കൂളിൽ പോയിട്ട് വരുമ്പോൾ തിരിച്ച് വരുമ്പോഴത്തേക്കിനും അത് ആർക്കെങ്കിലും ഞാൻ കൊടുക്കും. ആർക്കെങ്കിലും പിള്ളേർക്ക് കൊടുത്തിട്ട് അവരുടെ കുപ്പിവള വാങ്ങിച്ചിട്ടുണ്ട് ഞാൻ വരും. അങ്ങനെയൊക്കെ അത് നമ്മുടെ ചെറിയ പ്രായത്തിൽ നമ്മൾ എന്തെല്ലാം ഇങ്ങനെയൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കലും വാങ്ങലും സാധനങ്ങൾ കൊടുത്തിട്ട് വേറെ വാങ്ങിച്ചുകൊണ്ട് വരും. അങ്ങനെയൊക്കെ ചെറിയ പ്രായത്തിൽ നമ്മൾ 90s കാര്യങ്ങളൊക്കെ. ഇപ്പോഴത്തെ പിള്ളേർ അങ്ങനെയൊന്നും ചെയ്യത്തൊന്നുമില്ല. ഇപ്പോഴത്തെ എല്ലാം അവരവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ വാങ്ങിച്ച് കൂട്ടി വെക്കുക എന്നുള്ളതേ ഉള്ളൂ. സൺസ്ക്രീൻ ഇത് കോമ്പാക്റ്റാന്ന് തോന്നുന്നു. എനിക്കിതിനെ പറ്റിയൊന്നും അറിഞ്ഞുകൂടാ കേട്ടോ. അവൾക്ക് കൃത്യമായിട്ടല്ല അറിയാം. ഞാനൊന്നും ഉപയോഗിക്കത്ത് പോലും ഇല്ല. അപ്പോൾ ചിലപ്പോൾ എനിക്കൊന്ന് ഇട്ടതാടി എന്ന് പറയുമ്പോൾ അവൾ വന്ന് എനിക്ക് ഇച്ചിരിയൊക്കെ മേക്കപ്പൊക്കെ ഇട്ടുതരും. എനിക്കിതിനകത്ത് എന്തൊക്കെ ചെയ്യണം എങ്ങനെയൊക്കെയാണെന്നൊന്നും ഒരു പിടുത്തവും ഇല്ല. ഇതെന്തുവാ, ഇത് ലിപ്സ്റ്റിക്ക്. പിന്നെ കളറ് എനിക്കൊരു മാച്ച് തോന്നുന്നില്ല. ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ അവളുടെ ക്ലിപ്പുകൾ വേണ്ട, എന്തുവാ ലിപ് ബാം, അവളുടെ വേറൊരു ലിപ്സ്റ്റിക്ക്, ഇനിയുണ്ട് ലിപ്സ്റ്റിക്ക്. ഇതൊന്നും ഞാൻ പറഞ്ഞില്ല, ഞാനിതൊന്നും മേക്കപ്പ് സെറ്റേ ഞാൻ വാങ്ങിക്കത്തില്ല. പക്ഷേ ഓരോരുത്തർക്കും ഓരോ രീതികളല്ലേ. പിന്നെ ഇതൊക്കെ എന്തുവാ സൈസ് പിന്നെ കമ്മലാണ്. ഇത് ഞാൻ വാങ്ങിച്ചേട്ടാ, ഐലൈനർ. ഇതൊക്കെ അവൾ വാങ്ങിച്ച ഐറ്റംസൊക്കെയാണ്. ഇത് എന്താണ് ക്യൂടെക്സ്.
ക്യൂടെക്സ് വാങ്ങിച്ച് വെച്ചു. പക്ഷേ പിന്നെ റിമൂവർ വേണമെന്നും പറഞ്ഞ് പിന്നെ നമ്മൾ ക്യൂടെക്സ് നഖത്തിലിടുമ്പോഴേ വെള്ളം പിടിക്കത്തില്ലല്ലോ. അപ്പോൾ അതിന് റിമൂവർ വാങ്ങിക്കാത്തത് കൊണ്ട് മാത്രം അവൾ ഇടാത്തതാണ്. ഇതെന്തോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഒരു ലൈക്ക് ഒന്ന് ഇങ്ങനെ അമർത്തിയാൽ മതിയല്ലോ. ഓക്കെ, ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അപ്പോൾ അതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കേട്ടോ. അപ്പോൾ എന്നാലേ എൻ്റെ വീഡിയോ പുതിയ പുതിയ കൂട്ടുകാരിലോട്ടൊക്കെ എത്തത്തുള്ളൂ. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഇനി അങ്ങോട്ടും വേണമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ബൈ.